ഞാനീ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഒരു റെഗുലർ വ്യൂവറോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാർഡ് കോർ ഫാനോ ഒന്നുമല്ല. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അതൊരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. കഴിഞ്ഞ സീസണിലെ അഭിഷേക് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ്, ആ കണ്ടസ്റ്റൻറ്റ് തുറക്കുന്നത് തന്നെ ഇതുപോലെ LGBTQIA+ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അവഹേളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ലക്ഷ്മി ആൻഡ് മസ്താനി എന്ന് പറയുന്ന കണ്ടസ്റ്റൻസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം LGBTQIA+ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടിന് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതുപോലുള്ള കണ്ടസ്റ്റൻസിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നു? ഇൻ കേസ് ഇവരുടെ വായിന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് എന്തുകൊണ്ട് ഇവരെയൊന്നും എവിക്റ്റ് ചെയ്യുന്നില്ല? എനിക്ക് തോന്നുന്നു മസ്താനി എവിക്റ്റഡ് ആയി പോയി തോന്നുന്നു. ബട്ട് സ്റ്റിൽ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഇപ്പോഴും അതിൽ തുടരുന്നുണ്ട്. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഒട്ടും തന്നെ നോർമലൈസ് ചെയ്യാൻ കഴിയില്ലെന്നാണ് ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് പറയുന്നത്. ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരു കാലത്ത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയല്ല. ലക്ഷ്മി ഒരു ഡിവോഴ്സിയാണ്. സോ ഡിവോഴ്സ് ആയതുകൊണ്ട് മാത്രം ഒരു വീട്ടിൽ കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി അത് അംഗീകരിച്ച് കൊടുക്കുമോ? അതുപോലെ തന്നെയാണ് ഒരാൾ ഹോമോസെക്ഷൽ ആയതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടോ മാത്രം നമുക്ക് എങ്ങനെയാണ് ഒരാളെ വെറുക്കാൻ കഴിയുന്നത്? എല്ലാവരും മനുഷ്യരല്ലേ. ഇൻബോൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ജനിക്കുന്ന ഒന്നാണ് നമ്മുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ബട്ട് നമ്മളായിട്ട് ആരെയും ദ്രോഹിക്കരുത്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന വളരെ കുറച്ച് നാൾ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. സോ പരസ്പരം മനസ്സിലാക്കൂ, പരസ്പരം സ്നേഹിക്കൂ, പരസ്പരം സപ്പോർട്ട് ചെയ്യൂ.